ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു വ്ളോഗാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. അത് എൻ്റെ മോൻ്റെ അംഗൻവാടിയിലുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അവരുടെ ഓണാഘോഷ പരിപാടിയാണ്. കണ്ടോ, ഞങ്ങളുടെ അത്തപ്പൂക്കളമൊക്കെയാണ് കേട്ടോ. നല്ല രസമില്ലേ ഞങ്ങളുടെ അത്തപ്പൂക്കളമൊക്കെ കാണാനായിട്ട്. എൻ്റെ മോനായിട്ട് ആ ചുമന്ന ഷർട്ട് ഇട്ടത് ഞങ്ങളുടെ പാച്ചു. അപ്പോൾ അതേ അവൻ എല്ലാവരുടെയും മലയാളി മങ്കന്മാരുടെയൊക്കെ കൂടെ നടക്കുവാണ്. ദേ ആ മാവേലിയുടെയൊക്കെ കൂടെ നിൽക്കുവാണ്. അടങ്ങിയിരിക്കുന്ന പരിപാടിയില്ല. ഞങ്ങളുടെ ഈ പരിപാടിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു, അവരുടെ പേരൻസ് ഉണ്ടായിരുന്നു, പിന്നെ മെമ്പർ ഉണ്ടായിരുന്നു, പിന്നെ അംഗൻവാടിയുടേതായിട്ടുള്ള മുതിർന്ന സാറുമാരൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. സൂപ്പർ പരിപാടിയായിരുന്നു. കുട്ടികളുടെയൊക്കെ എല്ലാ കലാതരത്തിലുള്ള എല്ലാ മേഖലയിലും നല്ല ഒരു ഉണർവ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരിപാടിയായിരുന്നു. ഇതിനെല്ലാം മുൻപന്തിയിൽ നിന്നയിച്ചത് ഞങ്ങളുടെ ടീച്ചറാണ് കേട്ടോ. സൗദ ടീച്ചർ ഞങ്ങളുടെ ഈ അംഗൻവാടിയിലെ ടീച്ചറാണ്. എൻ്റെ പാച്ചുമോൻ്റെയൊക്കെ ടീച്ചറാണ് എല്ലാത്തിനും മുൻപന്തിയിൽ നിന്നയിച്ചത്. എല്ലാത്തിൻ്റെയും ഐഡിയാസ് പറഞ്ഞു തന്നതും എല്ലാം. ടീച്ചറൊക്കെ ഉറങ്ങിയിട്ട് കുറേ ദിവസങ്ങളായതുപോലത്തെ രീതിയിലുള്ള വർക്കിംഗ് ഒക്കെ ആയിരുന്നു ചെയ്തേച്ചത്. പിന്നെ ഇതേ പാച്ചിനെ കണ്ടോ, മാവേലിയുടെ ഒപ്പം നിൽക്കുന്നത്, എത്തിപ്പിടിച്ചേക്കുന്നത്. നല്ല അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ കുട്ടികളുടെയൊക്കെ കളികളും ഒക്കെ ഉണ്ടായിരുന്നു. കസേര കളിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത് വെറുതെ കളി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മത്സരമായിട്ടൊന്നും ഇതിനെ എടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഞങ്ങൾ ഇപ്പോൾ കുട്ടികളുടെ കസേരകളൊന്നും മാറ്റി വെച്ചിട്ടൊന്നുമില്ലായിരുന്നു. അത് കുട്ടികൾ തന്നെ കിടന്ന് ഭയങ്കര ബഹളമൊക്കെയാണ്. അവരുടെ കസേരയാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹളമൊക്കെ വെച്ചത് കാരണം ഞങ്ങൾ കുട്ടികളുടെ കസേരകളൊന്നും മാറ്റിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ അത് കാരണം വെറുതെ കുട്ടികളിങ്ങനെ പാട്ട് വെച്ച് ഓടിക്കും. എന്നിട്ട് പാട്ട് കേൾക്കുമ്പോൾ അവരവരുടെ കസേരകളിലിരിക്കും. അങ്ങനെ ഒരു രീതിയിലായിരുന്നു ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്. എല്ലാ കുട്ടികൾക്കും കസേരകൾ കിട്ടുന്ന രീതിയിൽ അവർക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ കളികളൊക്കെ ഞങ്ങൾ നടത്തിയത്. എല്ലാ കുട്ടികളും നന്നായിട്ട് എൻജോയ് ചെയ്തു. ദേ ഇപ്പോൾ തുടങ്ങിയേക്കുവാണ്. അവരൊരു റൂട്ടിലൊന്നും അല്ല കേട്ടോ, പല റൂട്ടിലാണ് പോകുന്നത്. 2-3 പിള്ളേർ വീഴുകയൊക്കെ ചെയ്തു. പക്ഷെ അതൊന്നും കാര്യമാക്കിയില്ല. എല്ലാവരും നല്ല രസമായിട്ട് കളിച്ചു. കണ്ടോ, അടിപൊളി പരിപാടിയായിട്ട്. കുട്ടികളുടെ ഈ പരിപാടിയപ്പോൾ കൂടാനായിട്ട് നാട്ടുകാരും ഉണ്ടായിരുന്നു, എല്ലാവരുടെയും പേരൻസ് ഉണ്ടായിരുന്നു, അതേപോലെ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. കുട്ടികളെ ഞങ്ങൾ മാക്സിമം നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ കളിപ്പിച്ചത്. അതിൻ്റെ ഇടയിൽ 2-3 പിള്ളേരൊക്കെ വീഴുകയൊക്കെ ചെയ്തു. പക്ഷെ അതൊന്നും കാര്യമാക്കാണ്ട് പിന്നെയും നന്നായിട്ട് തന്നെ കളിച്ചു തുടങ്ങി. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞങ്ങൾ നടത്തിയ 2ാമത്തെ കളിയാണ് കേട്ടോ, സുന്ദരിക്ക് പൊട്ടുതൊടൽ. അത് ഒരു പേപ്പറിനകത്ത് ഞങ്ങളൊരു സുന്ദരീനെ വരച്ച് വെച്ചിട്ട് കുട്ടികളോട് പൊട്ട് തൊടാൻ പറഞ്ഞു കണ്ണ് കെട്ടിയിട്ട്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പൊട്ട് തൊട്ടു. അതും നല്ലൊരു പരിപാടിയായിരുന്നു. കുറേ പേരുടെയൊക്കെ നന്നായിട്ട് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു.
ഞങ്ങൾ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇച്ചിരി നേരത്തേക്ക് ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് കൊടുത്തു. അവരവരുടെ രീതിയിൽ തന്നെ തുള്ളി 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 കളിക്കുമായിരുന്നു. കുറേ നേരം അങ്ങനെ തന്നെ എൻജോയ് ചെയ്തു. അതൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ, കുട്ടികളുടെ ഈ പരിപാടിയൊക്കെ. നമ്മൾ ഇടയ്ക്കൊക്കെ അങ്ങനത്തെ രീതിയിലുള്ളതൊക്കെ കാണണം. ഞങ്ങൾ നടത്തിയ ലാസ്റ്റത്തെ മത്സരമായിരുന്നു റൊട്ടിക്കടി മത്സരം. അത് കുട്ടികൾക്ക് ഓരോ റസ്ക് വീതം ഇതിനെ കെട്ടിയിട്ട് കൊടുത്തിട്ട് അവരോട് കടിച്ച് എടുക്കാനായിട്ടാണ് പറഞ്ഞത്. പക്ഷേ അവർ കുറേ പേരൊക്കെ കടിച്ചെടുക്കും, അതേപോലെ കൈ പിടിച്ചിട്ട് വലിച്ചിട്ട് കടിക്കും. എന്നാലും കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. കുട്ടികളുടെ പരിപാടിയല്ലേ, അവർ ചെയ്യുന്ന ഓരോ കുസൃതികളും മണ്ടത്തരങ്ങളും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. നമ്മുടെ പാച്ചുവിൻ്റെ പാട്ടാണ് കേട്ടോ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലോക്കിൽ നിന്ന് വന്ന സാറ് കുറച്ച് നേരത്തേക്ക് നമ്മളോട് പ്രസംഗിച്ചായിരുന്നു, കുറേ കാര്യത്തെപ്പറ്റി പറഞ്ഞു. പിന്നെ അവർക്ക് മിഠായിയൊക്കെ കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു മിഠായി പ്രോത്സാഹന സമ്മാനമായിട്ട്. നമ്മുടെ പാച്ചു അതിൻ്റെ ഇടയിൽ കൂടി നടക്കുവാണ് മിഠായി കിട്ടാൻ വേണ്ടി. കിട്ടി ലാസ്റ്റ് മിഠായി.
അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഓണസദ്യയായിരുന്നു. കുട്ടികൾക്കും പിന്നെ പാരൻസിനൊക്കെ ആയിട്ട് ഓണസദ്യയായിരുന്നു. അങ്ങനെ എല്ലാവരും അടിച്ചു പൊളിച്ചൊരു ഓണം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ആ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഞെക്കി അടുത്ത് കാണുന്ന ആ ബെൽ എന്നുള്ള ഓപ്ഷനിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അതുപോലെ ഞാനിപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും സൈനിങ് ഓഫ്. ബൈ ബൈ.